ഇറാനും ഇസ്രായേലും തമ്മിലുള്ള 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ആദ്യമായി പൊതുവേദിയിലെത്തി ഇറാനിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനേയി. ഇമാം ഹുസൈന്റെ രക്തസാക്ഷിത്വത്തെ അടയാളപ്പെടുത്തുന്ന ഷിയ മുസ്ലിം കലണ്ടറിലെ ഏറ്റവും പവിത്രമായ പരിപാടികളിലൊന്നായ അഷുറ അനുസ്മരണത്തിലാണ് ഖംനേയി പങ്കെടുത്തത്. സെൻട്രൽ തെഹ്റാനിലെ ഇമാം ഖൊമേനി പള്ളിയിലാണ് പരിപാടി നടന്നത്. രാജ്യത്തെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിൽ പരിപാടി സംപ്രേഷണം ചെയ്തു. ഷിയ മുസ്ലിങ്ങളുടെ ഒരു പ്രധാന ആഘോഷമായ അഷുറയുടെ തലേന്ന് നടന്ന ചടങ്ങിൽ ഖമേനി ആരാധകരെ അഭിവാദ്യം ചെയ്യുന്നത് സ്റ്റേറ്റ് മീഡിയ പ്രക്ഷേപണം ചെയ്തു. 1989 മുതൽ അധികാരത്തിലിരിക്കുന്ന രാജ്യത്തെ എല്ലാ കാര്യങ്ങളിലും അവസാന തീരുമാനമെടുക്കുന്ന ഖമേനി ജൂൺ 13-ന് ഇസ്രായേൽ അപ്രതീക്ഷിത വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ പരസ്യമായി പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. സംഘർഷത്തിന് മുൻപ് ഖംനേയി അവസാനമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് ജൂൺ 11-നുമായിരുന്നു. ജൂൺ 13-ന് യുദ്ധം ആരംഭിച്ചതിനു ശേഷം പരമോന്നത നേതാവ് പൊതുവേദികളും പൊതുപരിപാടികളും ഒഴിവാക്കി മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത സന്ദേശങ്ങൾ മാത്രമാണ് പുറത്തുവിടുകയും ചെയ്തിരുന്നത്. സംഘർഷത്തിനിടയിൽ സുരക്ഷാ ഭീഷണിയെ തുടർന്നാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ വ്യാപകമായി പങ്കിട്ട വീഡിയോയിൽ കറുത്ത വസ്ത്രം ധരിച്ച ഖമേനി വേദിയിൽ ഇരിക്കുന്നതും തടിച്ചുകൂടിയ ജനക്കൂട്ടം മുഷ്ടി ചുരുട്ടി ഞങ്ങളുടെ സിരകളിലെ രക്തം ഞങ്ങളുടെ നേതാവിനെ എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നതും കാണാം. ഇറാനിലെ ഭക്തിയുടെ ഒരു പരമ്പരാഗത പ്രകടനമാണ് ഈ ഒരു വാചകം. ഉന്നത പുരോഹിതന്മാരോടോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോടോ ഉള്ള വിശ്വസ്തത പ്രകടിപ്പിക്കാൻ പലപ്പോഴും ഇത് ഉപയോഗിക്കുന്നു. ഇരുവശത്തു നിന്നും കനത്ത വ്യോമാക്രമണങ്ങൾ നടന്ന സംഘർഷത്തിൽ ഇറാനിൽ 900-ലധികം പേർ കൊല്ലപ്പെട്ടതായി ജുഡീഷ്യറി അറിയിച്ചു. ഇസ്രായേൽ നഗരങ്ങളിൽ ഇറാൻ നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ കുറഞ്ഞത് 28 പേർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ജൂൺ 26-ന് വെടിനിർത്തൽ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഖമേനി ദിവസങ്ങൾക്കുള്ളിൽ തന്റെ ആദ്യത്തെ പരസ്യ പ്രസ്താവന നടത്തി. മുൻകൂട്ടി രേഖപ്പെടുത്തിയ പ്രസ്താവനയിൽ ഖത്തറിലെ ഒരു US വ്യോമത്താവളം ആക്രമിച്ചതിലൂടെ തെഹ്റാൻ അമേരിക്കയുടെ മുഖത്തടിച്ചു എന്ന് അവകാശപ്പെടുകയും കൂടുതൽ ആക്രമണങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന വീഡിയോ പ്രസ്താവന കഴിഞ്ഞ ആഴ്ച ഖമേനി പുറത്തിറക്കിയിരുന്നുവെങ്കിലും 12 ദിവസത്തെ സംഘർഷം ആരംഭിച്ചതിനു ശേഷം അദ്ദേഹം ആദ്യമായി തത്സമയം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസമായിരുന്നു. കറുത്ത വസ്ത്രമണിഞ്ഞാണ് 86-കാരനായ ഖമേനി പള്ളിയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. യുദ്ധത്തിൽ 900-ലധികം പേർ കൊല്ലപ്പെട്ടതായും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേറ്റതായും ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയിലെ പരിശോധകർക്ക് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിക്കാൻ അനുമതിയില്ലെന്നും അവർ വ്യക്തമാക്കി. 7-ാം നൂറ്റാണ്ടിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചെറുമകൻ ഹുസൈന്റെ രക്തസാക്ഷിത്വത്തിന്റെ സ്മരണാർത്ഥമായിരുന്നു ശനിയാഴ്ച ഖമേനി ആതിഥേയത്വം വഹിച്ച ചടങ്ങ്. ലോകത്തിലെ 1.8 ബില്യൺ മുസ്ലിങ്ങളിൽ 10%-ലധികവും ഷിയകളാണ്. അവർ ഹുസൈനെ പ്രവാചകൻ മുഹമ്മദിന്റെ ശരിയായ പിൻഗാമിയായിട്ടാണ് കണക്കാക്കുന്നത്. ബാഗ്ദാദിന് തെക്കുള്ള കർബലയിൽ സുന്നികളുമായുള്ള യുദ്ധത്തിൽ ഹുസൈൻ കൊല്ലപ്പെട്ടത് ഇസ്ലാമിൽ ഒരു വിള്ളൽ സൃഷ്ടിക്കുകയും ഷിയ സ്വത്വം രൂപപ്പെടുത്തുന്നതിലേക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു. ഷിയ ഭൂരിപക്ഷമുള്ള ഇറാനിൽ ചുവന്ന പതാകകൾ ഹുസൈനിന്റെ രക്തത്തെയും കറുത്ത ശവസംസ്കാര കൂടാരങ്ങളും വസ്ത്രങ്ങളും വിലാപത്തെയും പ്രതിനിധാനം ചെയ്യുന്നു.